കുട്ടികളുടെ സംസാരം ക്ലിയർ ആകാൻ, അതുപോലെ പാട്ട് പാടുന്നവരുടെ പ്രസംഗിക്കുന്നവരുടെ സംസാരം ക്ലിയർ ആകാൻ, അതുപോലെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാനും ഗ്രഹിക്കാനും അത് അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനും മനോഹരമായി അത് അവതരിപ്പിക്കാനുമുള്ള കഴിവ് നമുക്ക് കിട്ടാൻ പരിശുദ്ധമായ ഖുർആനിലെ അത്ഭുതകരമായ ഒരു ചികിത്സാ രീതിയുണ്ട്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ. ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് പരിശുദ്ധമായ അനുഗ്രഹീതമായ റജബ് 27 മിഅ്റാജ് ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും മറ്റു ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്തിലെ 4 ആയത്തുകളാണ് ഇന്ന് ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മൾ പരിചയപ്പെടുന്നത്. സൂറത്ത് ത്വാഹ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങുന്ന ധാരാളം സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യാസീൻ, സൂറത്ത് ഹമീം, സൂറത്ത് ത്വാഹ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള സൂറത്ത് ത്വാഹയുടെ അത്ഭുതകരമായ 4 ആയത്തുകൾ, ഈ ആയത്തിന്റെ ഗുണങ്ങൾ, ഈ ആയത്തിന്റെ നേട്ടങ്ങൾ, ഈ ആയത്തിന്റെ ചികിത്സാ രീതികളൊക്കെ വ്യത്യസ്തമാണ്, ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും ചില പരിഹാര മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ടത് പറയുകയാണ്, സംസാരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയുടെ അത്ഭുതകരമായ ഈ 4 ആയത്തുകൾ ഏതാണ് എന്ന് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് അതിന്റെ മഹത്വം, അതിന്റെ ചില നേട്ടങ്ങൾ നമ്മൾ സംസാരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ നേട്ടം എന്നുള്ളത് ചെറിയ കുട്ടികൾ, ആ ചെറിയ കുട്ടികളുടെ സംസാരത്തിൽ ഉള്ള ചെറിയ അപാകതകൾ പരിഹരിക്കാൻ സൂറത്ത് ത്വാഹയുടെ ഈ 4 ആയത്തുകളെ കൊണ്ട് സഹായമാകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികളിൽ പ്രായമായിട്ടും സംസാരിക്കേണ്ട സമയമായിട്ടും സംസാരിക്കാത്ത കുട്ടികളുണ്ടായേക്കാം, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും തിരിയുന്നില്ല, അല്ലെങ്കിൽ തിരിയുന്നുണ്ട് പക്ഷെ പൂർണ്ണമായും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ഇങ്ങനെയുള്ള കുട്ടികളുടെ സംസാരത്തിന്റെ വിഷയങ്ങളിലുള്ള ധാരാളം പ്രശ്നങ്ങൾ പല സഹോദരങ്ങളും സഹോദരിമാരും ചോദിക്കാറുണ്ട്. അതുപോലെ കുട്ടികളിലെ വിക്ക്, സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിക്ക് മാറാൻ ഇത് സഹായിക്കുന്നതാണ്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയുടെ ഈ 4 ആയത്തുകൾ ചെറിയ 4 ആയത്തുകളാണ്. ഈ ആയത്തുകൾ 11 പ്രാവശ്യം അല്ലെങ്കിൽ 21 പ്രാവശ്യം അല്ലെങ്കിൽ 41 പ്രാവശ്യം ഒരു ടീസ്പൂൺ തേനിലേക്ക് മന്ത്രിച്ച് എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. തേൻ തന്നെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ്. അതിൻ്റെ കൂടെ വിശുദ്ധമായ ഖുർആനിലെ ഈ 4 ആയത്തുകൾ കൂടി നമ്മൾ അതിലേക്ക് മന്ത്രിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കിട്ടാൻ എളുപ്പമാണ്. ഇൻഷാ അല്ലാഹ് കുട്ടികളുടെ സംസാരം ക്ലിയർ ആകാൻ ഈ ഒരു ആത്മീയ പരിഹാര മാർഗം നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ കൂട്ടത്തിലൊക്കെ പാട്ട് പാടുന്ന കുട്ടികളുണ്ടാകും. ഈ പാട്ട് പാടുക എന്നുള്ളത് നല്ലൊരു കഴിവാണ്. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹൊക്കെ പാടുക എന്ന്, അത് പാടാൻ കഴിയുക എന്നുള്ളത്, മനോഹരമായ ശബ്ദമുണ്ടാവുക എന്നുള്ളതൊക്കെ വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെയുള്ള കഴിവുകളുള്ള ആളുകൾ ആ കഴിവ് നിലനിന്ന് കിട്ടാനും ആ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും കാവലിന്റെ ദുആകൾ എപ്പോഴും കൊണ്ടു നടക്കുക എന്നുള്ളത് വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും കണ്ണേറ് തട്ടാം, എപ്പോൾ വേണമെങ്കിലും നാവേറ് തട്ടാം. അതുകൊണ്ട് കാവലിന്റെ മന്ത്രങ്ങൾ, കാവലിന്റെ ദുആകൾ, കാവലിന്റെ ദിക്റുകൾ, കാവലിന്റെ പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള കഴിവുള്ള ആളുകൾ കൊണ്ടു നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ, പാട്ട് പാടുന്ന കുട്ടികളോ മുതിർന്നവരോ ആരുമാകട്ടെ, പാട്ട് പാടുന്നതിൻ്റെ മുമ്പ് ഈ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയുടെ ഈ 4 ആയത്തുകൾ 3 പ്രാവശ്യം ഓതിയിട്ട്
നെഞ്ചിൽ ഒന്ന് മന്ത്രിച്ച് പാട്ട് പാടാൻ നിൽക്കുകയാണെങ്കിൽ വലിയ കാവലാണ്. നല്ല ശബ്ദമുണ്ടാകാൻ, നല്ല ക്ലിയർ ഉണ്ടാകാൻ, നല്ല മാധുര്യമുള്ള ശബ്ദം പുറത്തേക്ക് വരാൻ, കേൾക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ അത് സഹായിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം, പ്രസംഗിക്കുന്ന ആളുകൾ. പ്രസംഗം എന്നതും ഒരു കലയാണ്. പ്രസംഗിക്കുന്ന ആളുകളും എപ്പോഴും കാവലിൻ്റെ മന്ത്രങ്ങൾ, കാവലിൻ്റെ ദിക്റുകൾ, കാവലിൻ്റെ പ്രാർത്ഥനകൾ കൊണ്ടു നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നന്നായി സംസാരിക്കുന്ന പല ആളുകൾക്കും മൈക്കയുടെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ 4 ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സംസാരം അങ്ങോട്ട് പുറത്തേക്ക് വരില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് നന്നായി ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് തീർക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ പ്രസംഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കഴിയാത്ത ആളുകളുണ്ടാകും. പ്രസംഗിക്കുമ്പോൾ നാവിൻ്റെ കെട്ടുകൾ അടിയാൻ വേണ്ടിയിട്ട്, നാവിൽ യാതൊരു തടസ്സവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്പഷ്ടമായി സംസാരിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് നന്നായി മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാനൊക്കെ ആ ഒരു കഴിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പ്രസംഗം തുടങ്ങുന്നതിൻ്റെയും മുമ്പ് സൂറത്ത് ത്വാഹയുടെ അത്ഭുതകരമായ ഈ 4 ആയത്ത് ഓതിയിട്ട് നെഞ്ചിൻ്റെ ഭാഗത്ത് ഒന്ന് മന്ത്രിച്ചൂതി കൊടുക്കുക എന്നുള്ളത് ഏറെ സഹായകരമായ വിഷയമാണ്. അതുപോലെ ഇൻ്റർവ്യൂ എന്നുള്ളത് നമുക്കറിയാം നാവ് കൊണ്ടാണ്. നാവ് കൊണ്ടുള്ള ഇൻ്റർവ്യൂ, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ആൻസർ പറയണം. പല കെട്ടിക്കുടുക്കുള്ള ചോദ്യങ്ങളും വളരെ പ്രയാസകരമായ ചോദ്യങ്ങളും ചോദിക്കും. ബുദ്ധിപരമായിട്ടും ഭയങ്കര സാമർത്ഥ്യത്തിൽ മറുപടി പറഞ്ഞാൽ മാത്രമേ ചില ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവുകയുള്ളൂ. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഈ 4 ആയത്തുകൾ 3 തവണ ഓതിക്കഴിഞ്ഞാൽ അതിൽ വിജയം ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ, അതുപോലെ ഒരു ബിസിനസ് അവതരിപ്പിക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി നാം നമ്മുടെ സംസാരം മറ്റുള്ളവരിലേക്ക് പറയുമ്പോൾ, നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് ക്ലിയർ ആകുന്ന വിഷയങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ആത്മീയ പരിഹാര മാർഗം സ്വീകരിക്കാവുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയുടെ അത്ഭുതകരമായ 4 ആയത്തുകൾ. ഈ പ്രാർത്ഥന, ഈ ആയത്തുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവർ ജനിച്ചു വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കി. അങ്ങനെ ഒഴുക്കാനുള്ള കാരണം നമുക്കറിയാം. ഏതോ ജ്യോത്സ്യൻ ഫിർഔനോട് പറഞ്ഞു, ഫിർഔൻ, ഈ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ആ ആൺകുഞ്ഞ് കാരണം നിന്റെ സ്ഥാനം നഷ്ടപ്പെടും, നിന്റെ രാജാധികാരം നഷ്ടപ്പെടുമെന്ന് പറയുന്നു. ഇത് കേട്ട് ഫിർഔൻ ആ നാട്ടിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സന്ദേശപ്രകാരം മൂസാ നബിയുടെ ഉമ്മ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കി. നൈൽ നദിയിൽ നിന്ന് കിട്ടിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ ഭാര്യയും സംരക്ഷിച്ചു. അള്ളാഹുവിന്റെ തീരുമാനം നോക്ക്. എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുന്ന ഫിർഔൻ ഈ കുട്ടിയെ കൊല്ലണ്ട എന്ന് ഭാര്യ ആസിയ ബീവി പറഞ്ഞപ്പോൾ അത് കേൾക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തുമ്പോഴും ഫിർഔനിന്റെ മനസ്സിലൊരു ഭയമുണ്ട്, ഇവനെങ്ങാനും എനിക്കെതിരെ തിരിയുമോ, ഇത് ബുദ്ധിയുള്ള കുട്ടിയാണോ ബുദ്ധിയില്ലാത്ത കുട്ടിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ഒരു പരീക്ഷണ രീതിയാണ്. ചെറിയ കുട്ടികളുടെ മുമ്പിൽ നന്നായി പ്രകാശിക്കുന്ന തീക്കട്ടകളും അതുപോലെ സ്വർണത്തിൻ്റെ നാണയങ്ങളുള്ള ഒരു പാത്രവും 2 പാത്രം കുട്ടിയുടെ നേരെ നീട്ടുക. കുട്ടി സ്വർണത്തിൻ്റെ നേരെ കൈ നീട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ബുദ്ധിയുണ്ട് എന്നും, അതുപോലെ തീയിൻ്റെ നേരെയാണ് കൈ നീട്ടിയതെങ്കിൽ കുട്ടിക്ക് ബുദ്ധിയില്ല എന്നും തീരുമാനിക്കുന്ന ഒരു സൂത്രം ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. അങ്ങനെ ഒരു മാർഗം ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ചെയ്തിരുന്നതാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തപ്പോൾ നമുക്കറിയാം, കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ പ്രകാശമുള്ള തീ കാണുമ്പോൾ അതിലേക്കാണ് കൈ നീട്ടുക. കാരണം കൈ പൊള്ളുമോ ഇല്ലെന്നും അവർക്കറിയില്ലല്ലോ. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ബുദ്ധിയുള്ള കുട്ടി, അതുകൊണ്ട് സ്വർണത്തിൻ്റെ നേരെ കൈ നീട്ടിയെന്നാണ്. പക്ഷേ അങ്ങനെ കൈ നീട്ടിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് കൈ തട്ടി മാറ്റി തീയിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ തീയെടുത്ത് വായിലിട്ടു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാവ് ചെറുതായിട്ട് പൊള്ളലേറ്റു. സംസാരിക്കുമ്പോൾ ഒരു സ്പഷ്ടമായി സംസാരിക്കാൻ, അല്ലെങ്കിൽ സംസാരത്തിൽ ഒരു ക്ലിയർ വരാത്ത, ഒരു ക്ലാരിറ്റി വരാത്ത, മറ്റുള്ളവർക്ക് പൂർണ്ണമായും കൃത്യമായി മനസ്സിലാകാത്ത രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ സംസാര രീതി മാറിപ്പോവുകയാണ്.
ആ സമയത്ത് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സംസാരം മറ്റുള്ളവർക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തൊരു പ്രാർത്ഥനയാണിത്. ഈ ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. അപ്പൊ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഖുർആനിൽ പറയപ്പെട്ട പ്രാർത്ഥനയാകുമ്പോൾ അതിന്റെ മഹത്വം കൂടും. കഴിഞ്ഞ ദിവസം 58 പ്രാർത്ഥനകൾ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. വിശുദ്ധമായ ഖുർആനിൽ 58 പ്രാർത്ഥനകൾ. ഒരുപാട് ആളുകൾ വാട്സപ്പിലൂടെ അത് ചോദിച്ചിരുന്നു. ചോദിച്ച ആളുകൾക്കൊക്കെ പ്രാർത്ഥന വിട്ടുകൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അതിന്റെ ഫലവും അല്ലാഹു നമുക്ക് നൽകട്ടെ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഖുർആനിന്റെ പ്രാർത്ഥന എന്നുള്ള ഒരു മഹത്വം കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന മറ്റൊന്നുമല്ല, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയുടെ ചില ആയത്തുകളാണ്. 25, 26, 27, 28 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സദഖല്ലാഹുൽ അദീം. ഈ 4 ആയത്തുകൾ 3 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചിന്റെ ഭാഗത്ത് ഊതുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് തേനിൽ മന്ത്രിച്ചു കൊടുക്കുമ്പോൾ 11 പ്രാവശ്യമോ 21 പ്രാവശ്യമോ 41 പ്രാവശ്യമോ ചൊല്ലിയിട്ട് റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇങ്ങനെ ചൊല്ലിയിട്ട് മന്ത്രിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു അമൽ നല്ല ഈമാനോടെ തവക്കുലോടെ ചെയ്യാനും അതിന്റെ റിസൾട്ടുകൾ അനുഭവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.